ആരുടെയും കണ്ണു നനയിക്കും ഈ കാഴ്ച. ഈ സംഭവം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഈ ഒരു നായ്ക്കുട്ടിയാണ് താരം, അല്ലെങ്കിൽ ഈ നായ്ക്കുട്ടിയെ കുറിച്ചാണ് ചർച്ച. ഇതിന്റെ കൂടെ ഒരു പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. ഞാനതിവിടെ ഒന്ന് വായിക്കാട്ടോ. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഭൂമിയിൽ നിന്നും വിട പറഞ്ഞ ആമിനത്താത്തയെ മറക്കാനും പിരിയാനുമാകാതെ ഒരു തെരുവ് നായ. സ്നേഹത്തിന് അതിർവരമ്പുകൾ വെച്ചു കെട്ടി അടക്കുന്ന ഈ കാലത്ത് ഈ തെരുവ് നായ നാട്ടുകാർക്കും ഒരു അത്ഭുതവും കൗതുകവുമാവുകയാണ്. ഇതാണ് ആ തെരുവ് നായ. ഒരു നായയാണ് ഇപ്പോൾ ആ നാട്ടിലെ, അതായത് പത്തപ്പിരിയം, എടവണ്ണ, മലപ്പുറം ജില്ല, ആ ഒരു നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം ഒരു നായയാണ്. കുറഞ്ഞ ദിവസം കൊണ്ടവൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞു. ഉന്നത കുലജാതനൊന്നുമല്ല അവൻ. നമ്മൾ ശത്രുവായി കാണുന്ന തെരുവ് നായ്ക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ നായ. എങ്ങനെയാണ് അവൻ നാട്ടിലെ സ്റ്റാർ ആയത് എന്നല്ലേ? ഇക്കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 18/4/2026 പരേതനായ വലിയ പീടിയേക്കൽ അലവിക്കുട്ടിക്കാക്കയുടെ ഭാര്യ ആമിനത്താത്ത മരണപ്പെട്ടു. തീർത്തും ആകസ്മികമായ ഒരു മരണം. മകളുടെ വീട്ടിലേക്ക് വിരുന്നു പോയിരുന്ന ആമിനത്താത്ത ശനിയാഴ്ച വൈകുന്നേരം മരുമകന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. തിരക്ക് കാരണം ഉമ്മയെ ഗേറ്റിനരികിൽ ഇറക്കി മരുമകൻ മടങ്ങിപ്പോയി. പക്ഷെ വിധി അവർക്കായി കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ഗേറ്റിൽ നിന്നും വീട് വരെ നടന്നെത്താൻ വിധി അവരെ അനുവദിച്ചില്ല. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായി അവർ കുഴഞ്ഞു വീണു. ഉമ്മയെ സുരക്ഷിതമായി വീട്ടുപടിക്കൽ ഇറക്കിവിട്ട മരുമകനോ വീട്ടിലുള്ളവരോ ഇക്കാര്യം അറിഞ്ഞില്ല. ഈ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെരുവ് നായ അവിടെ എത്തുന്നതും വീണ് കിടക്കുന്ന ആമിനത്താത്തയെ കാണുന്നതും. നായ അവിടെ നിന്ന് അസാധാരണമായി കുരച്ച് ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാരും അയൽവാസികളും ഓടി വന്നപ്പോഴാണ് ഇത്ത വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് നായ ശ്രദ്ധാകേന്ദ്രമാവുന്നത്. മയ്യത്ത് പള്ളിയിലേക്ക് എടുത്തപ്പോൾ ഖബർസ്ഥാൻ വരെ അനുഗമിച്ച നായ ഖബറടക്കം കഴിഞ്ഞ് വീട്ടുകാർ മടങ്ങി പോകുന്നത് വരെ ഖബർസ്ഥാനിൽ നിലയുറപ്പിച്ചു. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ 3 ദിവസമായി ഓരോ പ്രാവശ്യവും മക്കളും പേരമക്കളും പള്ളിയിൽ വരുമ്പോൾ അവരുടെ കൂടെ വന്ന് പള്ളി ഖബർസ്ഥാനിൽ ആമിനത്താത്തയുടെ ഖബറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ഖബർ സന്ദർശനം കഴിഞ്ഞ് വീട്ടുകാർ മടങ്ങുന്നത് വരെ അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നു. ആമിനത്താത്ത വളർത്തുന്ന നായൊന്നുമല്ല ഇത്. എന്നിട്ടും എന്തോ ഇങ്ങനെ. വളർത്തുനായ അല്ലെങ്കിലും സ്ഥിരമായി അവർ ഈ നായക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നുവത്രേ. അതിനുള്ള നന്ദിയാണ് ആ നായ കാണിക്കുന്നത്. ആരും അറിയാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവർ ചെയ്ത ഈ മഹത് കർമ്മം അവരുടെ സ്വർഗപ്രവേശത്തിന് നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ആ ഒരു കുറിപ്പ്. എന്തായാലും ആമിനത്താത്താക്ക് പടച്ച തമ്പുരാൻ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി കൊടുത്ത് അവർ ആ നായക്ക് ഭക്ഷണം കൊടുത്തല്ല, ആ ഒരു ഉണ്ട ചോറിനുള്ള നന്ദിയാണ് ആ നായ കാണിക്കുന്നത്. ആ നായ്ക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ആമിനത്താത്താക്ക് പടച്ച തമ്പുരാൻ സ്വർഗം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.